റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടി അനുഭവിച്ചത് നടുക്കുന്ന പീഡനമാണ്. വിറങ്ങലിക്കുന്ന മൊഴികളാണ് അതിജീവിത നൽകിയത്. രാത്രി 9:30 മുതൽ ഓടുന്ന വാഹനത്തിനുള്ളിൽ വെച്ചായിരുന്നു പീഡനം. എതിർത്ത അതിജീവിതയെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ക്രൂരതയ്ക്ക് വഴങ്ങിയില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. പരിഭ്രാന്തയായ അതിജീവിതയെ വാഹനത്തിൽ വെച്ച് പീഡിപ്പിച്ച് സുനി ദൃശ്യങ്ങൾ പകർത്തി. 2.5 മണിക്കൂർ നഗരം ചുറ്റിയ വാഹനത്തിൽ അവൾ അനുഭവിച്ചത് നരകയാതനയായിരുന്നു. നിലവിളിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു അതിജീവിത. പീഡനം നടക്കുമ്പോൾ വാഹനം ഓടിച്ചത് സുനിയുടെ സുഹൃത്ത് മണികണ്ഠനായിരുന്നു. പൾസ് സുനിയും കൂട്ടുപ്രതി മണികണ്ഠനും കുറ്റകൃത്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. റോഷിപാലും ലേബി സജിതനും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, അതിജീവിത അനുഭവിച്ചത് സമാനതകളില്ലാത്ത പീഡനമാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ, ഇന്ത്യയുടെ പ്രോസിക്യൂഷൻ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു ബലാത്സംഗ പീഡനം അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ബലാത്സംഗമായി മാറുന്നത്. ആ കൊട്ടേഷൻ ബലാത്സംഗത്തിന്റെ ഗൂഢാലോചനയിലാണ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരത്തിന്റെ പേര് നമ്മൾ കേൾക്കുന്നത്. ഞെട്ടിയതാണ് അന്ന് ഈ നടി അനുഭവിച്ച ക്രൂരമായ യാതനകൾ. കേരളം ഒന്നാകെ വിങ്ങലോടുകൂടിയാണ് അത് തിരിച്ചറിഞ്ഞതും കേട്ടതും. ഇപ്പോൾ നാളെ വിധി വരാനിരിക്കുന്ന ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നതും മണികണ്ഠന്റെയും പൾസ് സുനിയുടെയും ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തോട് സംബന്ധിച്ച കാര്യങ്ങളാണ്. പിന്നീട് അത് അവർ കോടതിയിൽ നിഷേധിക്കുന്ന ഘട്ടത്തിലും ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷന് മുന്നിൽ ഉണ്ടായിരുന്നു. എല്ലാ തെളിവുകളും ഇപ്പോൾ അതിജീവിതയ്ക്ക് അനുകൂലമാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്ന് തന്നെ കേരളം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. സമാനതകളില്ലാത്ത കുറ്റകൃത്യമായിരുന്നില്ലേ അതിജീവിത ആ രാത്രിയിൽ നേരിട്ടത്? റോഷി, അരുൺകുമാർ, സമാനതകളില്ലാത്ത, ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കുറ്റകൃത്യമാണ്. ഗൂഢാലോചന കൂടിയായിരുന്നു നടിയാക്രമിച്ച കേസ്. അന്ന് ഫെബ്രുവരി 2017 17-ാം തീയതി രാത്രി തൃശൂരിലെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്നു. ഒരു ചിത്രത്തിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത് അത് പൂർത്തീകരിക്കാനായിരുന്നു അവൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. പക്ഷേ നേരത്തെ തന്നെ ഈ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി പൾസർ സുനിയും മണികണ്ഠൻ അടക്കമുള്ള വലിയൊരു സംഘം, 6 പേരടങ്ങുന്ന കുറ്റവാളികളുടെ സംഘം അവർ ഗൂഢാലോചന നടത്തി അവർ സംഘടിച്ചിരുന്നു. അങ്ങനെ കറുകുറ്റിയിൽ അറ്റ്ലക്സിന് മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കൃത്രിമമായ അപകടം വരുത്തുന്നത്. ആ വാഹനം, നടി സഞ്ചരിച്ച വാഹനത്തിന് ടെമ്പോ ട്രാവലർ ഇടിച്ച് അവിടെ A3, അതായത് ഈ കുറ്റകൃത്യത്തിലെ 3-ാം പ്രതിയായ മണികണ്ഠൻ ആദ്യം വാഹനത്തിൽ കയറുന്നു. പിന്നീട് പിറകിൽ പൾസർ സുനി ഓടിച്ചു വന്ന വാഹനം ഉണ്ടായിരുന്നു. ഇടയിൽ നേരത്തെ ഈ നടിയെ കൊണ്ടുവന്ന വാഹനം ഓടിച്ചത് മാർട്ടിനാണ്. കേസിലെ പ്രതി കൂടിയായി മാറി. മാർട്ടിനും ഗൂഢാലോചനയും പങ്കാളിയായെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയാണ്. അതിനപ്പുറത്തേക്ക് ഇവർ നടത്തിയ പീഡനങ്ങളാണ്. 2-2.5 മണിക്കൂർ നഗരം ചുറ്റി. ഏതാണ്ട് 9:30 എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിയല്ല, നഗരം ഉണർന്നിരിക്കുന്ന സമയമാണ്. ആ നഗരം ഉണർന്നിരിക്കുന്ന സമയം ഒരു നടി, കേരളത്തിലെ പ്രമുഖയായ നടി, ക്രൂരമായ ഒരു സഞ്ചരിക്കുന്ന വാഹനത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരാൾക്ക് പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അതീവ ദുഃഖകരമായ കാര്യം. ആ വാഹനത്തിനകത്ത് ആ നടി ഒരു ഘട്ടത്തിൽ പോലും അനുവദിക്കില്ല എന്ന രീതിയിൽ പ്രതിരോധിക്കാനുള്ള ശ്രമം, അത് ദുർബലമായിരുന്നു. അത് ഇടയ്ക്ക് തയ്യാറായില്ലെങ്കിൽ, വഴങ്ങിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പൾസർ സുനി ഭീഷണിയായി ഉയർത്തുന്നുണ്ടായിരുന്നു. തമ്മനത്തുള്ള ഫ്ളാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിക്കും. അത് പീഡിപ്പിക്കുന്നത് ഞാൻ മാത്രമായിരിക്കില്ല, 10 പേർ ചേർന്ന് മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടായിരിക്കും പീഡിപ്പിക്കുക. ആ ദൃശ്യങ്ങൾ പകർത്തും, അത് പുറത്തുവിടും എന്ന ഭീഷണി. അങ്ങനെ പരിഭ്രമിച്ച ആ നടിയെ ദുർബലയായ ഘട്ടത്തിൽ ക്രൂരമായി പീഡിപ്പിച്ച് പൾസർ സുനി ഈ ദൃശ്യങ്ങൾ പകർത്തിവെക്കുകയായിരുന്നു. ഏതാണ്ട് 10:55-നാണ് പോലീസിന്റെ കണക്കിൽ FIS-ലുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ പെൺകുട്ടിയെ പടമുകളിലെ ലാലിന്റെ വീട്ടിന് മുന്നിൽ ഉപേക്ഷിക്കുന്നത്. ആ ഘട്ടം വരെ ആ പെൺകുട്ടി അനുഭവിച്ച പീഡനങ്ങൾ, അത് ശാരീരികമായും മാനസികമായും അത് വിവരിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെയുള്ള പീഡനം, അത് കൃത്യമായ സ്റ്റേറ്റ്മെന്റായി പോലീസിനും പിന്നീട് അത് കോടതിയിലും എത്തിയിട്ടുണ്ടാകും. ഏതായാലും അങ്ങനെ ക്രൂരമായ പീഡനം നടത്തിയ ദൃശ്യങ്ങളാണ് അത് പകർത്തി അത് ദിലീപിന്റെ കൈവശം എത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തത്. അതുകൊണ്ടാണ് ബാലചന്ദ്രകുമാറിന്റെ സാന്നിധ്യത്തിലാണ് അവിടെ ശരത്ത് എന്ന ദിലീപിന്റെ സുഹൃത്ത്, ഈ കേസിലെ 10-ാം പ്രതി, അതിൽ 16-ാം പ്രതിയായ ശരത്ത്, നിലവിലെ പട്ടിക നോക്കിയാൽ 10-ാമതായി ശരത്തുണ്ട്. ആ ശരത്താണ് ദൃശ്യങ്ങൾ ഒരു ടാബിൽ എത്തിക്കുന്നത്. അവിടെ വെച്ച് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ശബ്ദരേഖയടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്. അങ്ങനെ അതീവ ദുഃഖകരമായ ഒരു സംഭവം, അതിൽ ക്രൂരമായ പീഡനം അനുഭവിച്ച നടി, അവൾക്ക് തിങ്കളാഴ്ച ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുമ്പോൾ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ മാത്രമാണ് അരുൺകുമാർ നമുക്കുള്ളത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ലേബി സജിതനും കൂടിയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വാർത്ത ആദ്യം കേരളക്കരെ അറിയിക്കുന്നത്
അന്ന് ലേബി സജീന്ദ്രൻ റിപ്പോർട്ടിൽ തന്നെയായിരുന്നു. ലേബി സജീന്ദ്രനാണ് അന്ന് പുലർച്ചെയാണ് എന്ന് തോന്നുന്നു ലേബി സജീന്ദ്രൻ ഈ വാർത്ത കേരളക്കരെ അറിയിക്കുന്ന. വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നതെങ്കിലും രാത്രിയിൽ മറ്റാരും തന്നെ ഇത് അറിഞ്ഞിരുന്നില്ല. ആദ്യം രാവിലെ ലേബി സജീന്ദ്രനാണ് ഈ വാർത്ത നമ്മുടെ ഡെസ്കിൽ വിളിച്ച് അറിയിക്കുന്നതും അതിനുശേഷമാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നതും. പിന്നെ വളരെ പെട്ടെന്നൊരു കാട്ടുതീ പോലെ ഈ വാർത്ത പടർന്നു പിടിക്കുകയായിരുന്നു. ലേബി ഈ വാർത്ത ആദ്യം നമ്മളാണ് അന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ലേബി റിപ്പോർട്ടറിലുണ്ട്. റിപ്പോർട്ടർ ആദ്യത്തെ ഘട്ടത്തിലാണ് ഈ വാർത്ത സംഭവിക്കുന്നത് 2017 ഫെബ്രുവരിയിൽ. ലേബി ഓർമ്മിക്കുന്നുണ്ടോ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം? തുടക്കത്തിൽ നമ്മൾ കരുതിയതിലും അപ്പുറത്തേക്കാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. കേൾക്കുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ തന്നെ കിട്ടിയത്. പിന്നീട് അതിനകത്ത് പി ടി തോമസ് എടുത്ത നിലപാട്, ലാല മൊഴിയിൽ ഉറച്ചു നിന്നത്, ഈ വിവരങ്ങളെല്ലാം നമ്മൾ പിന്നീട് പുറത്തു കൊണ്ടുവന്നു. പിന്നീട് ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴികളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി റോഷി അതിനകത്ത് നടത്തിയ ഇടപെടലുകളും എല്ലാം നമ്മൾ കണ്ടതാണ്. ലേബി ആ വാർത്ത കേരളക്കരെ അറിയിക്കുമ്പോൾ ലേബി കരുതിയിരുന്നോ ഇത്രയും വലിയ ആഴമുള്ളൊരു വാർത്തയാണ് ലേബി റിപ്പോർട്ട് ചെയ്യുന്നത്? ഡോക്ടർ അരുൺ, ഇത്രത്തോളം വലുതായി അത് മാറുമെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം വാർത്താ പ്രാധാന്യം ഉണ്ടാകുമെന്നോ കോലാഹലങ്ങൾ ഉണ്ടാകുമെന്നോ ഒന്നും കരുതിയിട്ടില്ല. എങ്കിലും വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് തന്നെ കരുതിയിരുന്നു. കാരണം പുലർച്ചെ 2:30 പി ടി തോമസ് എന്ന തൃക്കാക്കര MLA ആയിരുന്നു പി ടി തോമസ് എന്നെ വിളിച്ച ഈ കാര്യം പറയുന്നത്. അന്ന് ഈ സംഭവത്തിൽ ഇടപെടാനായി അന്ന് അങ്കമാലി അട്ലക്സിന് മുന്നിൽ ആക്രമിക്കപ്പെടുന്നു. തിരിച്ച് സംവിധായകനും നടനുമായ ലാലിന്റെ വീട്ടിലേക്ക് ഈ നടിയെ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫും സംവിധായകനുമായ ലാലും എല്ലാം ചേർന്ന് പി ടി തോമസിന് വിവരം അറിയിക്കുകയായിരുന്നു. പാലാരിവട്ടത്ത് താമസിക്കുന്ന പി ടി തോമസ് പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും ഈ വിവരത്തിൽ ഇടപെടൽ നടത്തുകയും ചെയ്തു. ഡോക്ടർ അരുൺ, പി ടി തോമസ് ഇല്ലായിരുന്നുവെങ്കിൽ നിസ്സംശയം നിസ്തർക്കം നമുക്ക് പറയാൻ സാധിക്കും ഇത് പുറം ലോകം അറിയില്ലായിരുന്നു. പി ടി തോമസ് അവിടെ ചെല്ലുന്നു, വിവരങ്ങൾ ചോദിച്ചറിയുന്നു. അന്ന് തകർന്ന നിലയിലായിരുന്നു എന്ന് പി ടി തോമസ് അന്നും പിന്നീട് ഉമാ തോമസും എല്ലാം വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ നടിയോട് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ പി ടി തോമസ് ഉടൻ തന്നെ വിവരം DGP അറിയിക്കുകയായിരുന്നു. കാര്യങ്ങൾ അവിടെ നിന്ന് സിനിമാ ലോകത്ത് നിന്ന് കൈവിട്ടു പോകുന്നു. പി ടി തോമസിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് പി ടി തോമസിനെ തടയാൻ സാധിക്കുകയുമില്ല സിനിമാ ലോകത്തെ ഒരു ശക്തിക്കും. അങ്ങനെ വിവരം പുറത്തേക്ക് അറിയുന്നു. പിന്നീട് പാലാരിവട്ടത്തെ വീട്ടിൽ വന്നതിന് ശേഷമാണ് പി ടി തോമസ് ഈ വിവരം എന്നോട് വിളിച്ചു പറയുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം ഈ വിവരം അറിഞ്ഞ മാധ്യമ പ്രവർത്തകയും ഞാൻ തന്നെ ആയിരിക്കണം. ഉടൻ തന്നെ നമ്മുടെ ഡെസ്കിലേക്ക് എന്ന വിവരം അറിയിക്കുകയായിരുന്നു. പുലർച്ചെ അന്ന് രാവിലെ തന്നെ ലാലിന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തുനിന്ന് പകർത്തുകയും ചെയ്തു. ആ വാർത്ത ആദ്യം കൊടുക്കുന്നതും നമ്മളാണ്. എങ്കിലും ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ കത്തിപ്പടരുന്ന ഒരു വിവാദത്തിന്റെ തിരികൊളുത്തലായിരുന്നു എന്നൊന്നും ധരിച്ചില്ല സാധാരണ. എങ്കിലും ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഗൗരവത്തോടു കൂടി തന്നെ നമ്മളത് മനസ്സിലാക്കുകയും അന്ന് രാവിലെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. പിന്നീട് അത് വിവാദമായി വന്നു. എങ്കിലും ഡോക്ടർ അരുൺ ഓർക്കുക, ആ സമയത്തൊന്നും നമ്മൾ കരുതുന്നില്ല ഇത്രത്തോളം ഇതിൽ വിവാദങ്ങൾ കടന്നു വരുമെന്ന്. കാരണം ഒരു കൊട്ടേഷൻ സംഘമാണ് ആക്രമിച്ചത്. അതിന്റെ പിന്നിൽ ഇത്രത്തോളം വലിയ ഒരു ഗൂഢാലോചനയുണ്ട് എന്നൊന്നും ആരും തിരിച്ചറിഞ്ഞില്ല. അതിനുശേഷം അന്ന് ഐക്യദാർഢ്യം നടിക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ദർബാർ ഹാളിൽ നടന്ന ആ യോഗത്തിൽ മഞ്ജു വാര്യരാണ് ആദ്യം ക്രിമിനൽ ഗൂഢാലോചന എന്നൊരു വാക്ക് പറയുന്നത്. അവിടെ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം പിന്നീട് പല കോണുകളിലേക്കും പോലീസിന്റെ അന്വേഷണം പോകുന്നു. ആദ്യഘട്ടത്തിലൊന്നും സംശയത്തിന്റെ നിഴലിലാകാതിരുന്ന ദിലീപ് പിന്നീട് കടന്നു വരുന്നു. 13 മണിക്കൂർ നീണ്ട മാരത്തൺ ചോദ്യം ചെയ്യൽ നടത്തുന്നു. ദിലീപിനെ ചോദ്യം ചെയ്യുന്നു. നാദിർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും വിളിച്ചു വരുന്നു. അങ്ങനെ എന്തൊക്കെ നമ്മൾ പിന്നീട് കണ്ടു ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു ലേബി, താങ്ക് യു റോഷി. എന്തായാലും ഇനി ഈ പകൽ അവസാനിച്ച് നാളെ എത്തുമ്പോഴേക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 8.5 വർഷം കാത്തിരുന്നതാണ്, കേരളം ഒന്നാകെ കാത്തിരുന്നതാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നൊരു പകലായി നാളെ മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.